പോട്ടെ. അതിനുള്ളതല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനത് എന്തിനാ അവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണേ? ആ അതിന് വെക്കാനുള്ളതല്ലേ. പിന്നെ എന്റെ അടുക്കളയാണ്. ഞാൻ ഓരോ കാര്യത്തിന് അതിന്റെ ആൾക്കാർ ചോദിച്ചിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നോട് എങ്ങനെയാണ് വാങ്ങിയത്? ഓൺലൈനായിട്ടാണ്? ഓൺലൈനാണ്. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്. അതായത് 4 എണ്ണല്ലേ പറയാഞ്ഞേ. ഞാനത് മറന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മൾ ഡയലി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയത് നമ്മൾ പാത്രം നനവുള്ള വെച്ചാല് വെള്ളം തീക്കൂടെ അങ്ങനെ കഴിച്ചു തീക്കാണ് വന്നത്. അതാ അത് പിന്നെ ആയിക്കൂടെ ഒന്നും പോകില്ല. വെള്ളം തീക്കൂടെ തന്നെ കറക്റ്റ് വന്നാണ്ട് സിങ്ക് എടുത്ത് നമുക്ക് കുറച്ച് കടല വെള്ളം വെച്ചാല് ഇതാ ഇങ്ങനെ എടുക്കാം. എന്താ ഭർത്താവ് കിച്ചൺ ടൂർ അങ്ങനെ നമ്മളെ കിച്ചൺ ടൂർ എടുക്കാൻ പോവുകയാണ്. ജിബ്രാൻ ഡാൻസ് കളിച്ച് താഴത്ത് അവിടെ വരില്ല തൊള്ളോണ്ടത് പറയാം. കിച്ചൺ ടൂർ ജിബ്രാൻ താഴത്ത് ഡാൻസ് കളിച്ച് സ്ഥലത്ത് കാട്ടതാ. എന്താ പറയണേ? കിച്ചൺ ഡാൻസ് അല്ല, കിച്ചൺ ടൂർ. ആയിക്കോട്ടെ. അങ്ങനെ ഗൈസ് ലൈറ്റ് ഒക്കെ ഇട്ടാ നമുക്ക് കിച്ചണില് ആകെ ഉള്ളത് 6 ലൈറ്റുകളാണ്. മുകളിൽ 2 പിന്നെ അവിടെ 1 ഇവിടെ 1 പിന്നെ സൈഡിൽ ബിങ്ങിലൊന്ന്. എല്ലാ ലൈറ്റും ഇട്ടേക്കല്ലേ. അപ്പൊ ഗൈസ് നമ്മളേ അങ്ങനെ ഗൈസ് കിച്ചൺ ടൂറിന്റെ സ്റ്റാർട്ടിങ് തന്നെ പാളി. കാരണം പെരുന്നലോളി ചീച്ചിരി സ്വഭാവം. അങ്ങനെ ഉണ്ടോ കുട്ടികള്? ഇങ്ങനെ ഉണ്ടോ? ഉണ്ടല്ലേ. അതിനെന്താ കൊടുക്കണേ? എന്നാ വേഗം കൊടുത്തിട്ട് വേണം കിച്ചൺ ടൂർ ആരംഭിക്കണ്ടടാ. എന്ത് അവിടെ നിക്കുന്നോ? കേൾത്തും എന്നാ പോണല്ല. കൊണ്ടുപോണില്ലെങ്കിലോ എങ്ങനെ പോവുക? ഇനി ആവശ്യത്തിന് വെള്ളം എടുക്കടാ. അത് മതി. ഞാൻ ചിന്തും അത് മാനെ കുടിച്ചു. അത് ഫുള്ള് കുടിച്ചിപ്പോ തീർത്തിട്ടില്ല. എന്റെ പല്ലടിച്ച് കൊഴിച്ചു ഞാൻ. കുട്ടികളോട് മാനമായിട്ട് പെരുമാറണം എന്നാണ്. ജയിട്ടാണ് അവർക്ക് ഇല്ലാതെ വെക്കണേ. ഇനി മതിട്ടാ കുടിച്ചേ. ഇല്ല കിച്ചൺ ടൂർ ഇന്ന് എന്തായാലും കിച്ചൺ ടൂറാ. അതിന് വേറെ വർത്താനമില്ല. അല്ലേ ജിബ്ര? അല്ലേ ഇന്നെന്തായാലും കിച്ചൺ ടൂറാണല്ലേ. വേഗം കൊടുത്തു കഴിഞ്ഞിട്ടാണ് കിച്ചൺ ടൂർ എടുക്കണമെങ്കിൽ. അപ്പൊ ഗൈസ് അങ്ങനെ ആവേശങ്ങൾക്കപ്പുറം ആളുകൾ കാത്തിരുന്ന ആ വീഡിയോ കിച്ചൺ ടൂർ. അപ്പൊ കുറെ ആളുകൾ എന്താ നിങ്ങൾ ഇത്രയും കുടിരിക്കൽ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾ കിച്ചൺ ടൂർ ഇടാൻ എത്ര പഴയതായി കിച്ചൺ ടൂർ ഇടാതെ ഹോം ടൂറിന്റെ വീഡിയോയിലൊന്നും കിച്ചൺ കാണിക്കാത്തതുണ്ട്. നമ്മളൊന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ഓരോ തിരക്ക് കൂടെ. പിന്നെ കിച്ചൺ ടൂറും കൂടി അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ അന്ന് കുറെ ലെങ്ത് പോകും. എന്നിട്ട് തന്നെ നമുക്ക് 35-40 മിനിറ്റിന്റെ അടുത്തുണ്ട് അത്. അപ്പൊ ഇതുകൂടി ആയാലും അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം എനിക്ക് സബ്സ്ക്രൈബർ അതാണ് എനിക്ക് നിങ്ങള്. അപ്പൊ നിങ്ങളെ പറഞ്ഞിട്ട് കിച്ചൺ ടൂർ അവിടെ വെച്ചിട്ട് ഞാനത് ഇടായിരിക്കും അറിയുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് മാനസികപരമായിട്ട് എല്ലാം വിഷമം ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. ഞാൻ എന്നും പറയും രാവിലെ നീച്ചാ കുഞ്ഞോളോട്, കുഞ്ഞോളെ കിച്ചൺ ടൂർ. അപ്പൊ കുഞ്ഞോള് പറയും അത് കിച്ചൺ ക്ലീൻ ആക്കട്ടെ അറിയും. അപ്പോൾ ക്ലീൻ ആക്കി കഴിയുമ്പോൾ കുഞ്ഞോളെ കിച്ചൺ ടൂർ. അപ്പൊ ഇബ്രു അറിയും ഞാൻ സ്കൂളിൽ പോയിട്ട് എടുത്തോളി അറിയും. അങ്ങനെ ഇബ്രു സ്കൂളിൽ പോയി വന്ന് അവളിങ്ങനെ കൊണ്ടാക്കി ഞാൻ പറയും കുഞ്ഞോൾ ഇന്ന് കിച്ചൺ ടൂർ. അപ്പൊ ആ ജിബ്രാന്ന് വെച്ചാൽ വരും അല്ലേ. അപ്പൊ അവൻ അങ്ങനെ വരും. പിന്നെ അത് കഴിഞ്ഞാണ്ട് കുറച്ച് കഴിയുമ്പോൾ അബ്രു അറിയണ്ടേ. അപ്പൊ ഇതൊക്കെ പാടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിച്ചൺ ടൂർ എടുക്കാൻ കൂടിയിട്ടില്ലേ. അപ്പൊ ഗൈസ്
ഭയപ്പെടമാട്ടെ ഇന്നാണത് ഇജ ഉറക്കം വന്ന് കണ്ടില്ല ചേരുവടക്കല്ലോ റാഷിദ കിച്ചൺ ടൂറിന്റെ ദിവസം എൻ്റെ അപ്പൊ ഗൈസ് ഇന്നാണ് നമ്മൾ കിച്ചൺ ടൂർ എടുക്കുന്നത്. അപ്പൊ നമ്മൾ കിച്ചൺ ടൂറിൽ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അതായത് ആയുധങ്ങൾ, അതേപോലെ കിച്ചണിന് വേണ്ടിയിട്ട് ഞങ്ങൾ സജ്ജീകരിച്ച് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാനും സംഭവങ്ങളും ഈസി ആയിട്ട് എങ്ങനെയൊക്കെ ഇതാക്കാന്നുള്ളതാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇതാണ് അവസ്ഥ. ജിബ്രാനെ ഞാൻ ഇപ്പൊ ചട്ടിയിലൊന്നും ഇട്ടിട്ടില്ല. കൈ എടുക്ക്, കൈ അടി കാട്ടുന്ന പറഞ്ഞാൽ മേലെന്നല്ല കാട്ടുന്നത്, താഴ്ത്തുന്നല്ലോ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ കിച്ചൺ ടൂർ തുടങ്ങാൻ പോവാണ്. അപ്പൊ കുഞ്ഞാളെ തുടങ്ങല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോണ ജിബ്രാന്റെ ചിറിമ നടന്നത് കിച്ചൺ ടൂർ തുടങ്ങണത്. എന്നാ തുടങ്ങുഞ്ഞോളെ. കിച്ചണിക്ക് നമ്മൾ 2 സ്റ്റൂള് വാങ്ങിയിട്ടുണ്ട്. ഹൈറ്റ് ഇല്ലാത്തതും പിന്നെ ഹൈറ്റ് ഉള്ള 2 കസേര. അതായത് കുട്ടികൾക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൂളും ഇരുന്നാലും അങ്ങോട്ട് എത്തൂല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് 2 ഇത് വാങ്ങിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും. ഫുള്ള് വൈറ്റിലാട്ടെ നമ്മള് ചെയ്തിട്ടുള്ളത്. തുറന്ന് കാണിച്ചു കൊടുക്കണില്ല, തുറക്കുന്ന. അപ്പൊ ഇതിലുള്ള എന്റെ കൊരൻ കഴിഞ്ഞോട്ടെ അല്ല. അപ്പൊ ഗൈസ് ഇതിലുള്ളത് എന്താന്ന് വെച്ചാല് നമ്മള് മറ്റേ എന്താണ് ചോപ്പർ, ഇതൊക്കെ വർക്ക് ചെയ്യണ്ട. അപ്പൊ ഉപ്പേരിക്ക് ഈ ചതവിനൊക്കെ ഉണ്ടല്ലോ. ഞാൻ വലിക്കല്ലേ എങ്ങനെ സംഭവം നമുക്ക് ഫ്രൂട്ട്സ് ഇട്ടുകാണ്ട് ഇങ്ങനെ വലിക്കല്ലേ, പൊടിഞ്ഞാണ് പോരില്ലേ? എങ്ങനെ ക്യാരറ്റ് കാബേജ്, അതായത് നല്ല നൈസായിട്ട് പൊടിച്ചാണ്ടുള്ള സംഭവം അല്ലേ. പിന്നെ ഒന്നുള്ളത് പിന്നെ നമ്മളെ കോഫി, ടീ ആൻഡ് ഷുഗറിന്റെ ബോട്ടിലുകളാണ്. പിന്നെ ഉള്ളത് ഇതാകണം. ആ ബോട്ടിലൊന്ന് കാണിച്ചു കൊടുത്താൽ കയറിയിരുന്നല്ലോ കടലില്. ഇതിങ്ങനെ കടുക്, അതേപോലെ ഉലുവ, ജീരകം എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോ സംഭവങ്ങൾ. ഇതിങ്ങനെ നീക്കുക, ക്ലോസിങ് ഇതിങ്ങനെ. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്ന ബോട്ടിലുകളാട്ടോ ഗൈസ്. ഞങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അടുത്തത് വർക്ക്. പിന്നെ ഉള്ളത് ഇവിടെ കുറച്ച് പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. പ്ലേറ്റുകൾ അതേപോലെ വലിയൊരു എന്താ തട്ട്, ചോറൊക്കെ ഉള്ള തട്ട്, ചോറ് കഴിക്കാനുള്ള പാത്രം. ഫൈബർ ടൈപ്പിലെ ഉള്ളിലൊരു ഗ്ലാസ്സിൽ പാത്രം. വേറെ വെച്ചതല്ലേ. ഇവിടെ ഗ്ലാസുകളുടെ സെക്ഷൻ ആട്ടോ. അതായത് ജ്യൂസ് ഗ്ലാസ്, അതേപോലെ ജഗ്, അതേപോലെ ഇത് പിന്നെ മറ്റേ ചെറിയ സാസർ, പിന്നെ കുറച്ചൊരു കുണ്ടുള്ള ടൈപ്പ് സാസർ, പിന്നെ എന്താണ് അതെടുത്ത് കാണിച്ചു കൊടുത്തു. എല്ലാരും കണ്ടൊക്കെ തന്നെ ഇക്കാരെന്നാലും ജസ്റ്റ് ഒന്ന് ഇത് നമ്മളെങ്ങോട്ടേലും ലേക്കാറ് അടിച്ചെടുക്കാണ്ട് മനസ്സിലായി മനസ്സിലായിട്ടോ. എടുത്തേച്ചോളാം. അതിനല്ല എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ. അടുത്ത് ഇതില് ഉള്ളത് എന്തൊക്കെയാണ്? അങ്ങനത്തെ കുറച്ച് കോപ്പകൾ ഉണ്ടല്ലോ, പൊട്ടണ സൈസ് കോഫി ഗ്ലാസ്. പിന്നെ വൈറ്റ് ഉണ്ട് അവിടെ, പിന്നെ യെല്ലോ കളർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഫ്ലവർ ഉള്ള ടൈപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ഗ്ലാസുകൾ ഉണ്ട് കേട്ടോ. ഇതന്നെ ഇതില് പിന്നെ ഇതിലും അതേമാതിരി തന്നെ കേട്ടോ. ആ ഗ്ലാസിന്റെ ബാലൻസ് ആണ് ഇവിടെ. സാസറുകള്, കുഞ്ഞു സാസറുകള്. പിന്നെ ഇതാ അവിടെ കാണിച്ച കയ്യുമ്മ തട്ടിയാർന്ന അതിന്റെ സാധനത്തിന്റെ ചെറിയ സാസറുകൾ അല്ലേ. പിന്നെ ഇവിടെ പ്ലേറ്റുകള്, നമ്മള് ഇപ്പൊ എന്താ എടുക്കണ യൂസ് ആക്കണ കുറച്ച് പാത്രം മാത്രമേ ഈ സംഭവത്തിന്റെ ഇടയിൽ കുറച്ച് സ്പോഞ്ച് പരക്കത്ത് വരുന്നുണ്ട്. അത് എടുത്തിട്ട് ബാക്കി എടുത്തിട്ടില്ല. ഇതൊന്നും
പാക്ക് പൊട്ടിച്ചിട്ട് തന്നെയല്ല നമ്മള്, കാരണം നമ്മള് എടുക്കണില്ലല്ലോ. എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എടുക്കാൻ വേണ്ടിട്ടുള്ള കുറച്ച് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചും ചെയ്തിരിക്കണം. നമുക്ക് എത്താക്ക് ഹൈറ്റ് തന്നെ ഏട്ടജി. പിന്നെ ഇത് നമ്മള് വാങ്ങിയതാണ് അതേമാതിരി. നല്ല ടൈമിങ്ങൊക്കെയാണ് ചായ റെഡി ആയതല്ലേ. അപ്പൊ കഴിച്ചു നമ്മള് കിച്ചണിൽ ഇതാക്കണ ഞാൻ നാളെ പറഞ്ഞല്ലോ, ഇതിന്റെ ഗ്ലെന്നിന്റെ സാധനം കേട്ടോ വെച്ചിരിക്കണത്. ഗ്ലെൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ എന്താ തീപ്പൊരിയാണ് വെച്ചിരിക്കണത്. 3 അടുപ്പ്, അതിക്ക് ഫേബറിന്റെ ഒരു സ്റ്റൗവും വെച്ചിട്ടുണ്ട്. ഫേബറിന്റെ സ്റ്റൗ ആകുമ്പോൾ അങ്ങനെ പുക ആവി അങ്ങനെ വലിച്ചോളൂ കേട്ടോ. ചായ റെഡി ഇങ്ങനെ ഓഫ് ആയിക്കണം. പിന്നെ നമ്മളെ ജനല് ഇവിടെ കർട്ടൺ ഉണ്ട്, പക്ഷേ പകല് നമ്മള് ജനല് തുറന്നിടലാണ്. ഇതാണ് ഈ ആവി ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ വന്നത് ഇങ്ങനെ വലിക്കും. ഇത് തുറക്കാൻ പറ്റൂലല്ലോ, ഡമ്മിയാണല്ലേ. മാറി നമ്മ നോക്കാ എന്താണ് ഇവിടെ കുറച്ച് നല്ല രസകരമായ കാണാൻ ചൊറുക്കുള്ള, അതായത് ഐസ്ക്രീം സാലഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വെള്ളത്തിന്റെ, അതായത് നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വെച്ച സാധനമാണ്. ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിയതായിരുന്നു കേട്ടോ, കണ്ടപ്പോൾ അങ്ങനെ ഒരു ചൊറുക്കിൽ വാങ്ങിയതായിരുന്നു. നമ്മളെ വണ്ടൂര് താടിയിട്ട് പറഞ്ഞ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയത്. പക്ഷെ അവിടെ ചെക്കന്മാര് വെള്ളം നിറക്കാത്തതുകൊണ്ട് പിന്നെ അത് അവിടെ ഓൺലൈനാണ്. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്. അതായത് എന്താ ചെറിയ ബോട്ടിൽ അടിച്ചാൽ മതി, ടാപ്പ് ബോട്ടിൽ വിത്ത് ടാപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പം അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോയാലും പിന്നെ കുറേ വരും. അപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കാണും. ഗ്ലാസ് വെയർ ആണിത്. ഇതെങ്ങനെ അടിച്ചാൽ മതി. എന്താ പറയുക, യോക്ഷിക്കോ ഒക്കെ മാഞ്ഞു പോയിക്കോ, യോക്ഷിക്ക്. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തിന്റെ മേലെ ഇതുവരെ പൊട്ടിയിട്ട് 4 വർഷമായിരുന്നു അല്ലേ. ഒരു 1200 ആ റേഞ്ചിലൊക്കെയാണ് വില വരുന്നത്. ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ടാവില്ല, പക്ഷെ ഞാൻ സ്റ്റാൻഡ് വലുത് ഉണ്ടാക്കിച്ചൊക്കെ. അതുകൊണ്ട് പിന്നെ ഈ സ്റ്റാൻഡ് അതിന് ചെറിയൊരു സ്റ്റാൻഡ് അതെ അതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ മിക്സിന്റെ ജാറ് അല്ലേ, 4 ജാറ്. പിന്നെ ഇവിടെ ഒരു മിക്സി, പിന്നെ ആയിട്ടുള്ള മിക്സി ഉണ്ട്. പിന്നെ കത്രിക ഒക്കെ ഇടാനൊരു വുഡിന്റെ ഹോൾഡർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോ എന്താ വെച്ചാൽ കത്തി നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. മറ്റേത് ഈ കുട്ടികളൊക്കെ തുമ്പും കാര്യങ്ങളൊന്നും പിടിക്കൂല. അതേപോലെ പിന്നെ അവിടെ ഓയിൽ ക്യാനും സംഭവമൊക്കെ വെച്ചിട്ട്. അപ്പൊ ഈ സ്റ്റാൻഡും ക്യാനും നമ്മള് ഓൺലൈനിൽ പർച്ചേസ് ചെയ്താണ് അല്ലേ. ഫ്ലിപ്കാർട്ടിന്ന് എടുത്തത് അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞെടുത്ത ക്യാനിന്റെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ ഉരിങ്ങാണ്ട് നമുക്ക് ഓയിൽ ഒഴിക്കും ചെയ്യാട്ടോ. 500-ന്റെ ആണിത്. അതിനാണ് എന്നും ഓയിലും വെളിച്ചെണ്ണ 500-ന് 2 വാങ്ങിക്കൂല. അതാണ് ഞാൻ പറയണത്. കാരണം 1 ലിറ്റർ ആവുമ്പോ എന്താണ് ഞാൻ മുങ്ങിട്ടേക്ക സാരല്ല കേട്ടോ. ഇപ്പൊ ഇതിന്റെ കാലിന്റെ അടിയിൽ തടഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഓയിൽ ക്യാൻ ഇതില് അതിൽ എന്താണ് വെളിച്ചെണ്ണ അല്ലേ. ഇതെന്താണ് അപ്പൊ പച്ചവെള്ളം, അത് വെള്ളം ഒഴിച്ചാ 4 എണ്ണല്ലേ ഇനിയോ പറയാഞ്ഞേ. ഞാനത് മറന്നിട്ടുണ്ട് സത്യം പറഞ്ഞാല്. ഇപ്പൊ 2 ദിവസം മുന്നേ ഒന്നുമില്ലേ, ഞാൻ ഇവിടെ തുടക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞ വെള്ളം വെളിച്ചെണ്ണ ഇപ്പൊ 2 ദിവസം മുന്നൊക്കെ പോന് ചെറിയൊരു മാങ്ങ പൊട്ടുന്ന ഓരോളി മാറ്റാൻ കൊടുത്തതാണ്. ഇവർക്ക് അരിഞ്ഞു കൊടുത്ത ചെറിയോരോ പീസ് ആയില്ലേ, കിട്ടിയില്ലേ. ഞാൻ പോയി കാണി, ഞാൻ ഹാളിൽ പോയി കാണി, അവിടെ പോയി കളിച്ചാണ്. ഇബ്രേ അവിടെ പോയി കളിച്ചാ. ഞങ്ങളെ കിച്ചൺ ടൂർ വീഡിയോ എടുക്കട്ടെ. അറിയണ്ടേ അപ്പൊ കളി നോക്കാം. പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഒന്ന് പൊട്ടില്ലേ. എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടെ ചെറിയ സംഭവം ആണെങ്കിലും എന്ത് നടന്നാലും എന്നോട് പറയണം.
നിങ്ങളത് രഹസ്യമാക്കി വെച്ചാൽ എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഭവിഷ്യത്തുകൾ വരാണ്ടെങ്കിൽ അങ്ങനെ എത്ര ഗ്ലാസ് പാത്രം ആ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ ദൃശ്യത്തിന്റെ മോഹൻലാലാണ്, എല്ലാ കാര്യവും എന്നോട് പറയണം, നിങ്ങൾ ഭയപ്പെടരുത്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് അതേമാതിരി ഈ ഒരു സംഭവം ഫ്രൈ പാനൽക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇങ്ങനത്തെ ഇതൊക്കെ അതിന്റെ ഒപ്പം കിട്ടിയതാട്ടോ നമുക്ക് ഉപയോഗം പാത്രം എടുക്കാൻ കിട്ടിയല്ലേ. ഇങ്ങനത്തെ കുറച്ച് ചട്ടകവും ഇങ്ങനത്തെ ഒരു ഈ ഒരു ഇട്ടൊക്കെ ഉള്ള ഒരു കുപ്പിയും ഓൺലൈനിൽ വാങ്ങിയതാണ് അല്ലേ. മരത്തിന്റെ ഇനിയിപ്പോ അടിയത്തെ ഈ ഒരു ഭാഗം ഫസ്റ്റ് ഉണ്ട് ബിരിയാണി പോട്ടും പിന്നെ മറ്റേ എന്തായാലും പറയാ എന്താ പറയാ വലിയൊരു ഡവറാണ്. പിന്നെ 2 ബിരിയാണി പോട്ടോ. ബിരിയാണി വെക്കലില്ല അതില്. ബിരിയാണി വെക്കണ്ടായിരുന്നു. പിന്നെ അതാണ് ഉള്ളത്. അതിന്റെ ഇടയിൽ സോന് വന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ അതാണ് വീഡിയോ ഒന്ന് കണ്ടത്. ഇവിടെ ഈ കുപ്പിയിലും വലിയ ബോട്ടിലും മഞ്ഞപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മറ്റേ കുറച്ച് സ്പൈസസ് അങ്ങനത്തെ സംഭവം, ഏലക്കായി, മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളല്ലേ. മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതിന് പിന്നെ ആവുതനൊക്കെ കട്ടുന്ന തുടങ്ങി. ഇത് സുഖമാണ്, ഒലിക്ക് എടുക്കാൻ പാകത്തതാണ്. പിന്നെ മുന്തിരി കഴിഞ്ഞിരിക്കുന്നു, കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതില് കുറച്ച് സ്പൂണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് നമ്മളെ മുട്ട കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണല്ലേ, ലെയറായിട്ട് കിട്ടാൻ വേണ്ടിട്ട്. എന്താ കിട്ടാത്ത ഇവിടെ കോഴിമുട്ട വെക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലേ. അത് കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇങ്ങനെ 3 സെറ്റായി വരുന്നത്, ചെറുത് വലുത്, ആൾക്കാർക്ക് അനുസരിച്ച് ഗ്ലാസ് എണ്ണത്തിനനുസരിച്ച് ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ. പിന്നെ ഇവിടെ നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങള് നമ്മളെ ഈ അവനാൻ്റെ ആൾക്കാർ വരുമ്പോഴും പിന്നെ കുട്ടികൾക്കുള്ള കൂട്ടാനും ഇതൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ 3 പാത്രം ഒക്കെ ആയിട്ടുള്ള സംഭവം കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടിരിക്കല്ലേ. പിന്നെ ഇവിടെ ചട്ടിയും പാത്രവും കുടുക്കി, ചെമ്പ്, ചട്ടിനി, പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെമ്പട്ടി. ഇവിടെ അതേമാതിരിയുള്ളത് ജ്യൂസ് ഒക്കെ അരിക്കാൻ, അതേപോലെ മീനൊക്കെ വാങ്ങുമ്പോൾ അരി കഴുകാന്. മീൻ വാങ്ങുമ്പോഴാണ് കൂടുതൽ. പിന്നെ അതേപോലെ പാത്രങ്ങള് എന്താ ചെറിയ പിന്നെ നൂൽപുട്ടിന്റെ അച്ചി, ചട്ടി, എന്താ മറ്റേ പുട്ട്, ചിരട്ടപ്പുട്ട്, അങ്ങനെ സംഭവങ്ങള് ഒക്കെ. പിന്നെ ഗ്യാസിന്റെ നേരെ താഴെ ഈ ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൂട്ടാൻ ഇത് നമ്മളെ പാത്രമൊക്കെ എടുക്കാനുള്ള ഇറക്കി ഗ്യാസ് വേസ്റ്റ് പാത്രം. പിന്നെ ഈ കത്തി അതിൽ കൊള്ളൂല, ഇത് വലിയ കത്തി ആയതുകൊണ്ട്. പിന്നെ കറണ്ട് പോയാല് ഗ്യാസ് കത്തണമെങ്കിൽ ഇത് നമ്മളതൊക്കെ പടക്കണത് കണ്ടോ കണ്ടോ. കിഴങ്ങൊക്കെ വേവിച്ചാലൊക്കെ ഉടക്കാനുള്ളതല്ലേ. പിന്നെ നമ്മള് വെച്ചുണ്ടാക്കിയത് ഇതിന്റെ ഇടയിൽ നമ്മൾ ഡയലി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയത് എടുത്ത് വെക്കാനൊക്കെ, അതായത് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വെക്കലാണ്. ഇതിലിപ്പോ ഇന്നുള്ളത് നമ്മള് എന്താണ്, മോര് കാച്ചിയത്, പിന്നെ ഇതെന്താണ്, ബീഫും കിഴങ്ങും ഇട്ടത്, എന്താ ചോറ് അല്ലേ. അങ്ങനെ ഇന്നത്തെ 3 ഐറ്റാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. പിന്നെ ഇത് ഇതേമാതിരി തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കുറെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സാധാരണക്കാരായതുകൊണ്ട് നമ്മൾ 3 ഐറ്റം തന്നെ ഉള്ളു, ഒരു കൂട്ടാനും ഒരു കറിയും ചോറും. പിന്നെ ഈ ഒരു ഇതില് ഫ്രൈ പാന് സംഭവങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ലെയർ തന്നെയാണ് ഇതും. ഇതില് നമ്മള് 3 ചോറ്, അരിപ്പൊടി, പച്ചരി, ചാക്കേരി അല്ലേ. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയല്ലേ. 3 പാത്രങ്ങൾ ഓൺലൈനിൽ വാങ്ങിയത്. പിന്നെ അതിന്റെ നായിന്നോ അരി അളക്കാന്
ഉപയോഗിക്കണേ. ഇത് ഞാൻ പിന്നെ പൈസ എടുത്താണ് വാങ്ങിയത് അല്ലേ? ആദ്യം ഒക്കെ ഓൺലൈനിലാണെങ്കിലും പൈസ എടുത്താണ്ട് അളവില് പീടിന്ന് വാങ്ങിയാണ് അല്ലേ? ഇത് അളവ് നമുക്ക് ആദ്യം അറിയില്ലേനി. ഇവിടെ ഉണ്ട് ഇതിന്റെ അളവ്. ഇതൊരു 2 കപ്പാണ് ഇത് മൊത്തം എടുത്താല്. പിന്നെ 1.5 കപ്പ്, 1 കപ്പ്, 1/2 കപ്പ് അങ്ങനെ അതിന് മെഷർമെന്റ് ചെയ്തിരിക്കണം. ആയിക്കോട്ടെ, ജടക്കണ്ട കേട്ടോ. പിന്നെ ഇതിന്റെയൊക്കെ അടപ്പൊക്കെ തൊളിയിട്ട് വരും. പിന്നുള്ളത് പിന്നുള്ളത് ഇങ്ങനത്തെ മുകളില് ഉള്ളത് ഇങ്ങനത്തെ ട്രാക്കുകളാണ്. അതിൽ പിന്നെ നമ്മൾ ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. കാരണം അതിലുള്ള സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ഒന്നാമത് ഹൈറ്റ് ആണ്. പിന്നെ അതിക്ക് വെക്കേണ്ട സാധനങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെ ഒഴിവാക്കിയാണ്ട് പിന്നെ വലിയ സാധനമാണെങ്കിലും അതിക്ക് വെച്ചിട്ട് കാര്യമുള്ളൂ. വെറുതെ നമ്മള് എപ്പോഴും എടുക്കുന്ന സാധനം ആയതുകൊണ്ടാണ്. പിന്നെ ഉള്ളത് ഇതാക്കണേ നമ്മളെ ഫ്രിഡ്ജാണുള്ളത്. ഫ്രിഡ്ജ് മുകളിലൊന്നും ഇല്ല. കാരണം നമ്മളങ്ങനെ ഫ്രഷിന്റെ ആൾക്കാരാണ് അല്ലേ? നമ്മളങ്ങനെ ഓവറായിട്ടൊന്നും എടുത്തുകാണ്ട്. പിന്നെ താഴെയുള്ള ഫ്രിഡ്ജിന്റെ അടിയിലുള്ളത് അതായത് ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളാട്ടത്. അതാവുമ്പോ എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ആകെ ചിന്നി ചെതറി കിടക്കൂല അല്ലേ? കറിവേപ്പില കുറച്ച് ചീനിക്കണം, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഉള്ളി, തക്കാളി, ഇതിലുള്ളത് കിഴങ്ങും വലിയ. പിന്നെ ഇവിടെ കുറച്ച് വെള്ളക്കുപ്പി, ഐസും വെള്ളം ഇങ്ങനെ. പിന്നെ ഇതില് മിഞ്ഞാന്ന് ഞങ്ങളൊരു കൊക്കുംബർ, ഇന്നലെ കൊക്കുംബർ ഉണ്ടാക്കി. ഉപ്പിലിട്ട മാങ്ങ കുപ്പിയിലാക്കാൻ പറഞ്ഞത്. നമുക്ക് കുപ്പിയിലാക്കാനുള്ളതൊന്നും ഇല്ല. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ കഴിയോ. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ തുറന്നപ്പോ തന്നെ ഇത് നല്ല ഉപകാരാട്ടോ. നമ്മളെ ഈ പാത്രങ്ങള് നമുക്ക് എല്ലാ വെജിറ്റബിളും ഒന്നായിട്ട് അലങ്കോലായിട്ട് കിടക്കൂല. അതാണ് മെയിൻ. ഉണ്ടാവും കാണാന്. ഈ സ്പേസ് ലാഭിച്ചാ ഫ്രിഡ്ജ് അതെന്താണ് കൂക്കണേ? അതിന്റെ സമയം കഴിഞ്ഞിക്കണു. അടക്കണ്ട സമയം കഴിക്കണില്ലേ? പിന്നെ ഇതില് കുറച്ച് മുന്തിരിയും കാര്യങ്ങളൊക്കെ. തേങ്ങ ഉണ്ട്. പകുതി ചരണ്ടി വെച്ച തേങ്ങ. ഇതെങ്ങനെ വെച്ചാൽ ഈ തേങ്ങ നമ്മളിങ്ങനെ ഇങ്ങനെ കാട്ടിയാല് കിട്ടും കണ്ടോ. എന്നിട്ട് ഇതെടുത്താണ്ട് ബ്രെഡിന്റെ മേൽഭാഗം അടിഭാഗം ആരും തിന്നൂലല്ലോ. അപ്പൊ ഞാൻ എന്തേലൊക്കെ ഉണ്ടാക്കുമ്പോ സ്നാക്സിന്. പിന്നെ ഇത് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയും ചീരുള്ളിയും പാടെ പേസ്റ്റ്. അത്രേ ഉള്ളൂ ഫ്രിഡ്ജില്. നമ്മൾ അടുത്ത അടുപ്പിലേക്ക് കിടക്കാം. അടുപ്പ് എന്താ കുഞ്ഞോള് മൂക്കിട്ട് കാണില്ല. അടുപ്പ് ഉപയോഗിക്കണത് ഞാൻ ഉപയോഗിക്കണത് കാണില്ലല്ലോ. അപ്പൊ കുടിക്കുന്നത് നമ്മൾ ശരിക്കും അടുപ്പ് ഉപയോഗിച്ചിട്ടില്ല. ലൈറ്റ് ഇടുന്ന അടുപ്പ് പൊതുവെ നമ്മൾ വല്ലാതെ ഉപയോഗിച്ചില്ല. വിറകില്ല നമുക്ക്. അപ്പൊ നമ്മളാ നായ്ക്കുട്ടിനെ ഒഴിവാക്കിയപ്പോ വറകേര ഉണ്ടായിരിക്കണം. ഇതുവരെ വറകേരല്ലേ ഇനി അതിക്ക് വറക് നടക്കാൻ വറകിട്ടണം. അത് നിങ്ങൾ പറഞ്ഞോണ്ട് ഇനി നമ്മളമ്മ. അപ്പൊ ഇതാണ് അടുപ്പ്. ഇപ്പൊ ഇല്ല. ഇപ്പൊ നമ്മള് ഗ്യാസ് കഴിഞ്ഞപ്പോ എത്രയാ കാട്ടിയത്? നമ്മളെ കുടിയിരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കിയല്ലേ കാറ്ററിംഗുകാര്. ഒരു കത്തിച്ചുപയോഗിച്ച് കളഞ്ഞ മുട്ടി കഷ്ണൊക്കെ ഉണ്ടായിരുന്നു. പൊക്കിക്കൊണ്ടത് കണ്ടാണ് അന്ന് കത്തിച്ചത്. എത്തിച്ചു. ഈ അടുപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് പിന്നെ നമ്മള് ചിക്കൻ ചൂടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചാർക്കോൾ ഇടുക. ചാർക്കോൾ പറഞ്ഞാൽ നമ്മൾ മറ്റേത് കരി. ഇത് അതിന്റെ വേസ്റ്റ് ഇടാനുള്ള വെണ്ണൂറ് ഇടാനുള്ള. ഇവിടെ ഗ്രില്ല് ഇതുമ്പോ അങ്ങനെ വെക്കും. ഈ ഒരു സാധനത്തിന് ഗ്രില്ല് വെക്കും. അടച്ചേക്കുന്ന ഇത് നമുക്ക് എന്തെങ്കിലും ചൂടാറാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ വെച്ചാല് അങ്ങനെ ചൂടാറിക്കോളൂ അല്ലേ? ചൂടാറില്ല, ചൂടാറുക. പിന്നെ ഇതിന്റെ പോക്കയിൽ പോയിട്ടില്ല. ഇങ്ങനെ പോയിട്ട്
ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഉണ്ട് പോയിട്ടില്ലേ. കാരണം നമുക്ക് ഫ്രണ്ടിക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് തന്നെ പുക കാണും. അപ്പം പിന്നെ നമ്മള് ഫുള്ള് പുകയാണ് എഴുതും. റോട്ടിൽ കൂടെ പോകണല്ലേ. അൻസിപ്പൊക്കെ പുകയാണ് അറിയാം. അപ്പൊ ആ പറച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മള് സൈഡിക്കാണ് പുക വിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മള് ഗ്രില്ല് വെച്ചിരിക്കുന്നത്. ഗ്രില്ല് പറഞ്ഞാല് വലിയ ഗ്രില്ലും ഉണ്ട്, സേഫ്റ്റി ഗ്രില്ലും ഉണ്ട്. പിന്നെ ഈ ജന്തുക്കള് കയറാക്കാല്ലേ വലിയ ജന്തുക്കളൊന്നും കയറാക്കാല്ലേ ഗ്രില്ലും ഉണ്ട്. എയർ സർക്കുലേഷനും വെന്റിലേഷനും വേണേനും അങ്ങനത്തെ ഒരു കോലത്തില് ല്ലേ. പിന്നെ ഇവിടെ ഒരു സിങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ സിങ്കിൽ ഇതേപോലെ നമ്മളെ വേസ്റ്റുകൾ ഇതൊക്കെ നല്ല ഉപകാരമുള്ള സാധനമാണ് അല്ലേ. അങ്ങനെ ഇപ്പൊ പോരുന്നുണ്ടെങ്കിലും ഇവിടെ ഒട്ടിച്ച് വെക്കണം. അത് വേറെ കുളത്തും കൂടി ഉണ്ടായിന്. പക്ഷെ ഈ സിങ്കുമൊക്കെ പറ്റണില്ല. പക്ഷെ എന്നാലും ഇത് നിക്കണുണ്ട് അല്ലേ. വേസ്റ്റ് ആയാലും നിൽക്കും. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ഷാംപൂ ബോട്ടിലാണ്. ഹാൻഡ് വാഷ് ആദ്യം ഇതിന് ഉപയോഗിച്ചിന്. ഇത് എങ്ങനെ വെച്ചാല് പിന്നെ ഇതെങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ഒരു പ്രസ്സിങ്ങിന്റെ സാധനമാണ്. പ്രസ് ചെയ്യുമ്പോ ആ ഇത് നമുക്ക് ഇങ്ങനെ ഫോം സോപ്പുമ്പോ അതങ്ങനെ വരും. അതിന് നെക്കി കഴിഞ്ഞാൽ പക്ഷെ അത് അലൈൻമെന്റ് ക്ലിയർ ആയി കിട്ടണില്ല. പിന്നെ ഇവിടെ 2 ടേപ്പ് ഉണ്ട്. ഒന്ന് ചൂടുവെള്ളം ഒന്ന് തണുത്ത വെള്ളം വരാനാണെന്ന് കരുതും. പക്ഷെ അതല്ലാന്ന് പറയട്ടെ. ഇത് കിണറ്റിന്ന് നേരിട്ട് ഇത് കിണറ്റിന്ന് ടാങ്ക് കയറിയിട്ട് വരുന്ന വെള്ളം. ഇതൊക്കെ ഒന്ന് കഴുകാനായിക്കണം കേട്ടോ ഞങ്ങളെ. അതിന്റെ കോലം ഇത് നമ്മള് വാങ്ങിയത്. പിന്നെ നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനം അല്ലേ. പറഞ്ഞു കൊടുക്കേ. ഇത് നമുക്ക് ഇവിടെ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പാത്രം കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം ചോരാൻ വേണ്ടി സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല. അതിനുള്ള സ്പേസും ഇല്ല. അപ്പൊ ഇതാവുമ്പോ പാത്രം കഴുകി ഇതിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ സ്ലോപ്പാണ്. അതിൽ കൂടെ വെള്ളം ചോരും. പിന്നെ പാത്രം അണങ്ങിയിട്ട് നമുക്ക് നമ്മളെ ഷെൽഫിൽ കൊണ്ടുപോയിക്കാണ്ട് വെച്ചാൽ മതി. ഇത് ഞാൻ പറഞ്ഞു വാങ്ങിപ്പിച്ചതാ കാക്കൂനെ കൊണ്ട്. എന്താ വെച്ചാൽ ഇതില് നമ്മള് പാത്രം നനവുള്ള വെച്ചാല് വെള്ളത്തിൽ കൂടെ അങ്ങനെ തീക്കാണ് വന്നത് അവിടെ. അത് പിന്നെ ആയിക്കൂടെ ഒന്നും പോവില്ല. വെള്ളത്തിൽ കൂടെ തന്നെ കറക്റ്റ് വന്നാണ്ട് സിങ്ക് തന്നെ വന്ന് ചാടും. ഹോളുകളാണ് ഈ ഭാഗത്തിന്റെ എല്ലാത്തിനും ഹോൾസ് ആണ്. വെള്ളം പോവാനുള്ള ഹോൾസുകളാണ് ഇനി സ്റ്റോർ റൂം. നമ്മുടെ വിശ്വവിഖ്യാതമായ സ്റ്റോർ റൂമിലേക്ക് ഇറക്കുകയാണ് ഗൈസ്. സ്റ്റോർ റൂമിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് ഇതാക്കണേ ഈ ഒരു സംഭവമാണ്. അതായത് ഇതിന്റെ തട്ടവിടെ ആയിക്കങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് കാണിച്ചെടുത്ത് ഇപ്പൊ നമുക്ക് കുറച്ച് കടല വാങ്ങി വെച്ചാല് ഇതാ ഇങ്ങനെ എടുക്കാം. ഇനിയിപ്പൊ ഇതാ വേണ്ടി വെച്ചാല് പ്രസ് ചെയ്തേണ്ട. കാരണം കുടിരിക്കൽ കഴിഞ്ഞപ്പോ എല്ലാം പാടെ ഒരു പാത്രത്തില് ഒന്നും മാത്രല്ല കടല ഉഴുന്ന് ഗ്രീൻ പീസ് എല്ലാം അതുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഓരോ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ കാണുമ്പോ ഇങ്ങനെ നെക്കി വെക്കല്ലേ. അപ്പൊ നമ്മളാണെങ്കിലും പോയി നെക്കി വെക്കും. അതേമാതിരി ഇത് മൊത്തം നിറഞ്ഞുകൊണ്ട് മിക്സ് ആയിക്കാണ് എന്നിട്ട്. അപ്പൊ അതാണ് ഉള്ളത്. ഇതില് നമ്മൾ 5 ഐറ്റം അല്ലേ 6 ഐറ്റം. 4, 5, 6 ഇതും കുറച്ച് വലുതാണ്. ഇത് 3 ചെറിയ 1/2 കിലോന്റെ മറ്റേ 2 1 കിലോന്റെ. പിന്നെ ഇവിടെ നമ്മള് കുറച്ച് പിന്നെ ഉള്ളത് അടിയിൽ തുടങ്ങാം. ഇതെന്താണ് കാസറോള്. പിന്നെ 10 വരത്തല് ചിരവ. പിന്നെ ഇത് നമ്മള് ശരിക്കും സിങ്കിന്റെ ശരിക്കാ വേസ്റ്റ് ഇടാനുള്ള സാധനം ഇതാണ്. വേസ്റ്റ് എന്നുള്ളതല്ല നമുക്ക് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ അരിച്ചു വെക്കാനും. പക്ഷെ ഇതില് അതിനുള്ള സ്പേസ് ഒന്നുമില്ല. ചെറിയൊരു സാധനല്ലേ. അപ്പൊ ഞാൻ എന്താ അതിനല്ലത് ഇതിനെ പാത്രം അടുക്കി വെക്കാനല്ലത്. വേസ്റ്റ് ഇടാനാണ്. വെള്ളം ഇങ്ങനെ ചാടും. വേസ്റ്റ് നമുക്ക് കൊണ്ടുപോയി തട്ടാം. അതിനാണ് ആ പ്ലാസ്റ്റിക്കിന്റെ സാധനം വെച്ചിട്ടില്ലേ അതിനുള്ളതാണ്. പക്ഷെ ഒക്കെ വാങ്ങിയോണ്ട് ഇത് വെച്ചാല് ഞാൻ ചീത്തരം കരുതിയിട്ട് വല്ലപ്പോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എന്താ അറിയോ. ഈ സാധനങ്ങളൊക്കെ നമ്മളെ ബാത്റൂം ക്ലീനർ, ഫെയറി, ടോയ്ലറ്റ് ക്ലീനർ ഒക്കെ ഇതിലിങ്ങനെ ഇതാക്കി വെച്ചതൊന്നല്ല. വെച്ചതാണ് അതുകൊട്ടെ അതിനുള്ളതല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനത് എന്തിനാ അവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. അതിന് വെക്കാനുള്ളതല്ലേ. ഓരോ കാര്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഉപയോഗം. കിച്ചൺ ടൂർ അവസാനിപ്പിക്കാണ് ഞാൻ അപ്പോഴാണ് ഇപ്പൊ ശ്രദ്ധിച്ചു. അല്ല അതിന്റെ അത്രയും പൈസ കൊടുത്ത് വാങ്ങണ എന്താണ്. ആ സാധനം അല്ലാതെ വെറും സിങ്ക് വാങ്ങുകയാണെങ്കിൽ അതിന്റെ പകുതി പൈസ കൊടുത്താൽ മതി. അജ്ജൽ തീരുമാനിച്ചാൽ അവിടെ കൊണ്ടുപോയി വെച്ചോ. അപ്പാണ് ഉപകാരം ഉണ്ടായത്. അത്രയൊന്നുമില്ല. ഇല്ല കൊറേട്ടെ എടുത്തോണ്ട്
ആ എടുത്തോണ്ട് വേണ്ട എടുത്തോണ്ട് പറയട്ടെ ആ. ഇന്നെ പറയാനാക്കി ആ. ഇത്രയും ഭാഗം അതിന്റെ പോയാല് നമുക്ക് ഇത്രയുള്ള പാത്രം കഴുകാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്പേസിൽ പാത്രം കഴുകാൻ തട്ടി തറഞ്ഞുകൊണ്ടാണ് ഞാൻ മരിക്കുന്ന തട്ടി തടവാ ആ ഇതാവുമ്പോ ഞാൻ കുറ്റം പറയോ ഞാൻ പറയോ അതിന്റെ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ ഇവിടെ വെക്കാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താ ഹാർപ്പിക്ക് കുട്ടികളെ ബ്രഷ് ഉപയോഗിക്കാത്തത് കേട്ടോ ഒരു ഉപയോഗിക്കണ ബാത്റൂമിലുണ്ട് അതൊക്കെ ഇതിലിങ്ങനെ നിർത്തി വെച്ചാല് അതാവും. പിന്നെ അമൃതം പൊടി ഇത് കുട്ടികളെ ടേബിളാണ് അതെന്താ ഒക്കെ എടുത്ത് വെച്ചിരിക്കണ അതെന്താ അത് ഓരോ ഉപയോഗിക്കണില്ല അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇവിടെ ആകുമ്പോൾ മറ്റേത് ഇതിന്റെ ചോട്ടിൽ ഞങ്ങൾ വെച്ചിഞ്ഞത് എന്തായാലും പറയാ ഫ്രിഡ്ജിന്റെ അവിടെ വെച്ച് പിന്നെ ഇതിന്റെ അടിയിൽ ഗ്യാസ് നമ്മളെ വിശ്വവിഖ്യാതമായിട്ടുള്ള മറ്റേ സാധനം ടീപ്പോയി രണ്ടും കാലും നടക്കുന്നുണ്ട് കാരണം അതിന്മേ സ്റ്റൂളാണ് എഴുതിയിട്ട് പല ആളുകളും കുടിരിക്കലിന് വന്നുകൊണ്ടിരുന്നു അതിലൊന്ന് അങ്ങനെ പൊട്ടി ഒന്ന് പിന്നെ ഒന്ന് കുഞ്ഞോളും ഇരുന്ന് കണ്ട ഒന്ന് പൊട്ടിച്ചു ജസ്റ്റ് ഇങ്ങനെ പൊട്ടിയിട്ടില്ല അതിന്റെ ആണി പോന്നിട്ടുള്ളൂ അത് മുറുക്കണം മുറിഞ്ഞു പോന്നിട്ടില്ല ഞാൻ പിന്നെ ഞാൻ റിസ്ക് എടുത്താണ്ട് ഇനി പക്ഷെ വെക്കണ്ടേ കാക്കൂന് ഭയങ്കര മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ ഫാൻ ഉണ്ട് ക്ലീൻ ആക്കാന് ആ എന്താ പറയാ നായ്ക്കൂടുണ്ട് ശരിയാക്കാന് ഒക്കെ ഇതിനും മടിയാണ് കിച്ചൺ ടൂറാണ് അല്ലാതെ പുതിയാപ്പിളുടെ കുറ്റം പറയാനുള്ള ബ്ലോഗല്ലേ അതല്ല നിങ്ങൾ ഇന്റെ കുറ്റം അങ്ങനെ പറയണ്ടേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട പറഞ്ഞത് പിന്നെ അവിടെ ഉള്ള ഒരു വെട്ടത്തില്ലേ പിന്നെ പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കുപ്പികള് ഓരോ സംഭവങ്ങൾ അങ്ങനെ വാങ്ങിയുണ്ട് പൊടികള് ഇത് മഞ്ഞപ്പൊടി അല്ല കേട്ടോ മറ്റേ ഒക്കെ എഴുതി വെച്ചീനല്ലേ എല്ലാത്തുമല്ലോ ചിക്കൻ മസാല സാമ്പാർ പൊടി ഫിഷ് മസാല പിന്നെ ബീഫ് മസാല മറ്റേത് ഒക്കെ ഒരു കളറുമാണ് സ്മെല്ലും അല്ലാതെ നമുക്ക് കറക്റ്റ് അറിയില്ല അറിയില്ല അപ്പൊ ഞാനെല്ലാം അങ്ങനെ എഴുതി അപ്പൊ എഴുതി ഞാൻ അങ്ങനെ തിരിച്ചു എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോ മാത്രം അങ്ങോട്ട് തിരിച്ചു കൊടുക്കും അപ്പൊ കാണൂലല്ലോ പിന്നെ അങ്ങനത്തെ കുറച്ച് ചെറിയരി ഉലുവ മറ്റേ കുരുമുളക് പൊടി സ്പൈസസ് ഒക്കെ പൊടിച്ചത് പിന്നെ ഈ കുപ്പി നല്ല രസമല്ലേ ഇത് കാക്കൂന്റെ കടിയത്തെ കുപ്പി കേട്ടോ പക്ഷെ നമ്മള് എടുത്തുവെച്ചത് ഇനി പേരെ കയറ്റി വന്നു പേരൊന്നും കയറ്റല് തുടങ്ങിയിട്ടന്നല്ലേ അന്ന് എടുത്തുവെച്ചത് നമ്മള് ചായപ്പൊടി അവിടെ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ ആ പാക്ക് പൊട്ടിച്ചുങ്ങാണ്ട് ബാക്കിയുള്ള സ്റ്റോർ ചെയ്യും പൈസ കഴിയുമ്പോ പിന്നെ ഇത് ചവ്വരി സാബൂനരി പായസം ഉണ്ടാക്കുന്ന ഇത് ബീഫ് മസാല പിന്നെ ഇത് അമൃതം പൊടി ഇത് ടാങ്കും പൊടി പിന്നെ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല പരിപ്പ് ബോട്ടിലുകളെ എല്ലാ ഐറ്റം ഓരോന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ വലിയ ബോട്ടില് മല്ലിപ്പൊടി അവിടെ ഇട്ടിന്റെ ബാലൻസ് ഇതില് ഇട്ടുള്ളൂ സോയാബീന് അങ്ങനത്തെ ഇതില് പഞ്ചസാര ഇതില് ശർക്കര പിന്നെ കുട്ടികളെ സിറപ്പ് ചോക്ലേറ്റ് ഒരിക്കുള്ള സ്നാക്സിനൊക്കെ ബ്രോന് കൊടുത്തേക്കാനുള്ള സംഭവങ്ങൾ അല്ലേ ഇത് പിന്നെ അവന്റെ ലഞ്ച് ബോക്സും ബോട്ടിലും ഇതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളാണ് പിന്നെ ഇവിടെ കുറച്ച് ബേക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രെഡ് അങ്ങനത്തെ ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെ പിന്നെ ടാൾബിനെ പൗഡർ ഉണ്ട് ഇവിടെ പിന്നെ ഇതിലൂടെ ഒന്നും വലിയ വൃത്തി ഉണ്ടാവില്ല കാരണം അവർക്കൊക്കെ നമ്മൾ കുറെ സാധനങ്ങൾ അങ്ങനെ കൊട്ടക്കോരി ആയിട്ടും പരിപാടിന്റെ ഒന്ന് ഉണ്ടാക്കിയെന്ന് കൊണ്ടുവന്നതാണ് ബിരിയാണി അല്ലേ എന്താ പോലെ രണ്ട് പാത്രമാണ് ഞാൻ അവിടെ നിങ്ങൾ കൊണ്ടുപോകും പറഞ്ഞ് വെച്ചതല്ലേ ഇനി കിച്ചന്റെ പുറം ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക കാരണം കുറെ ആൾക്കാർ ചോദിച്ചു പിന്നെ നമ്മളെ കിച്ചന്റെ പുറം ഭാഗം എന്ന് പറയുന്ന ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഗൈസ് അതായത് ഇതാക്കണേ പിന്നെ ഇവിടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അലക്കിയിടാനുള്ള ഉണ്ട് കേട്ടോ മേലെ അപ്പൊ അവിടെ എൻ്റെ ട്രൗസർ ഷെഡുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഞാൻ നമുക്ക് വല്ലാതെ ഫോക്കസ് ചെയ്യാത്ത കേട്ടോ ഗൈസ് പിന്നെ അതാ ഈ ഏരിയയിൽ നമ്മളവിടെ ഒരു വാഷ് ബേസ് അല്ല എന്താണ് വെച്ചാൽ വാഷിംഗ് മെഷീന് പിന്നെ നമ്മൾ പെയിൻറ്റിൻ്റെ ബക്കറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കത്തിക്കണ വേസ്റ്റ് ഇടുന്നത് അതും കത്തിക്കാത്ത വേസ്റ്റ് ഇടാനുള്ള ടാങ്ക് അപ്പുറത്തും ഉണ്ട് അങ്ങനെ രണ്ട് ടാങ്ക് വേസ്റ്റിനായിട്ട് സംഭവം അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ രണ്ടും ഒഴിഞ്ഞ അതാണ് ഇതിൻ്റെ ബാക്കിൻ്റെ അവസ്ഥ ഇങ്ങനെയുണ്ട് ഗൈസ് ഇതെന്താ പറഞ്ഞ പെയിന്റിന്റെ ടിന്നുകളുണ്ട് നിങ്ങൾ കുറെ എടുത്ത് വെച്ചിരിക്കണേ അതിലൊക്കെ കുറച്ച് പെയിന്റുകളുള്ളൂ ഇങ്ങനെയാണ് ഗൈസ് അതായത് നമ്മൾ കിച്ചന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ആ വാഷ് ബേസിന്റെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്
പക്ഷെ നല്ല സൗകര്യമായി, മറ്റേ അത്രയും ടൈറ്റ് ആവും അവിടെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഇന്നത്തെ കിച്ചൺ ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഈ ഫുള്ള് വൈറ്റ് കിച്ചൺ ചെയ്തിട്ടുള്ളത് സെഡ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കിച്ചണാണ് കേട്ടോ. അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പോലെ എന്തൊക്കെ ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ കണ്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, എന്താ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അവർക്ക് നിശ്ചിത ശതമാനം ഓഫർ കൊടുക്കുക എന്നുള്ളത്. എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് വിളിച്ചിട്ട് അന്വേഷിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ സംഭവങ്ങൾ മൊത്തം, ഈ കിച്ചണ് മൊത്തം ചെയ്തത് സെഡ് മാക്സ് കിച്ചണാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ കമൻറ്റിൽ, ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ എന്ത് ചെയ്യുക, ഓരോ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ നമ്പർ കൊടുക്കൽ ഇപ്പോൾ ചെറിയൊരു സീനുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കുഞ്ഞോളെ ഒരു കട്ടൻ ചായ കടിക്കുക. അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? അല്ലേ? നടക്കുന്ന